ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുമ്പോൾ കേവലം എണ്ണയ്ക്കുമപ്പുറം വിപ്ലവകരമായ മാറ്റങ്ങൾ അത് കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ചില കാരണങ്ങളാലാണ്. ഇന്ത്യക്ക് ലോകത്തിന്റെ മാനുഫാക്ചറിംഗ് ഹബ്ബാകണമെങ്കിൽ ശക്തമായ തുറമുഖങ്ങൾ ആവശ്യമാണ്. DP വേൾഡ് ഇതിനോടകം തന്നെ ഇന്ത്യയിൽ സജീവമാണെങ്കിലും വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ ഉൾനാടൻ ജലപാതകളിലും മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കുകളിലും ഇവർ വമ്പൻ നിക്ഷേപം നടത്തും. ഇത് ഇന്ത്യയിലെ കയറ്റുമതി ചെലവ് 14% നിന്ന് 8% കുറയ്ക്കാൻ സഹായിക്കും. എണ്ണയ്ക്ക് ശേഷമുള്ള ലോകം ലക്ഷ്യമിട്ട് UAE നിക്ഷേപിക്കുന്ന പ്രധാന മേഖലയാണ് റിന്യൂവബിൾ എനർജി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രീൻ എനർജി കമ്പനികളിലൊന്നാണ് അബുദാബി ഫ്യൂച്ചർ എനർജി കമ്പനിയായ മസ്ഡാർ. അവർ ഇന്ത്യയിലെ സോളാർ വിൻഡ് പവർ പ്രൊജക്ടുകളിൽ നിക്ഷേപിക്കും. ഇന്ത്യയുടെ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ പ്രധാന പങ്കാളിയായി ഇവർ മാറാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് റീറ്റെയിൽ മേഖലയാണ്. ഇന്ത്യയിലെ അതിവേഗം വളരുന്ന മധ്യവർഗത്തിലേക്ക് എത്താൻ ലുലു ഉൾപ്പെടെയുള്ള റീറ്റെയിൽ ഭീമന്മാർക്ക് കൂടുതൽ നിക്ഷേപമെത്തും. മാത്രമല്ല, ലോക പ്രശസ്തമായ കാരിഫോർ ഷോപ്പിംഗ് മാളുകൾ ഇന്ത്യയിലേക്ക് വൻതോതിൽ കൊണ്ടുവരാൻ പദ്ധതിയുണ്ടാകാം. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളിലേക്കും ഇൻഫ്രാസ്ട്രക്ചറിലേക്കും പണമൊഴുക്കാൻ UAEയുടെ വമ്പൻ ഫണ്ടുകൾ എത്തും. ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ ഫണ്ടുകളിലൊന്നായ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഇന്ത്യയിലെ ഹൈവേകൾ, വിമാനത്താവളങ്ങൾ എന്നിവയുടെ സ്വകാര്യവൽക്കരണത്തിൽ പ്രധാന പങ്ക് വഹിക്കും. ഇന്ത്യയിലെ അതിവേഗ ചരക്ക് നീക്കത്തിനുള്ള സാങ്കേതിക സഹായത്തിന് എത്തിഹാദ് റെയിൽ എത്തിയേക്കാം. ദുബായ് മാതൃകയിലുള്ള സ്മാർട്ട് സിറ്റികളും ടൗൺഷിപ്പുകളും ഇന്ത്യയിൽ കൊണ്ടുവരാൻ MR പ്രോപ്പർട്ടീസ് ഉൾപ്പെടെയുള്ളവയ്ക്ക് അവസരം തുറക്കാം. ഹെൽത്ത് കെയർ, മെഡിക്കൽ ടൂറിസം മേഖലയിലും ഹോസ്പിറ്റൽ ശൃംഖലയിലും പ്യോർ ഹെൽത്ത് പോലെയുള്ളവയുടെ നിക്ഷേപ സാധ്യതയും തുറക്കാം. ചുരുക്കത്തിൽ, ഇതുവരെ നമ്മൾ കണ്ടത് ഇന്ത്യക്കാർ UAEയിൽ പോയി ആ രാജ്യം കെട്ടിപ്പടുക്കുന്നതിലെ വർക്ക് ഫോഴ്സായി മാറുന്നതാണെങ്കിൽ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് UAEയുടെ മൂലധനവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഇന്ത്യ ലോകശക്തിയായി മാറുന്നതാണ്. ഇത് കേവലം നിക്ഷേപമല്ല, മറിച്ച് രണ്ട് സംസ്കാരങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ലയനമാണ്.